ഏറ്റവും സന്തോഷമുള്ള ഒരു വാക്യമാണ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിലെ 35-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാ: യേശു കണ്ണുനീർ വാർത്തു. ചെറിയ വാക്യം, ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം. നിങ്ങൾക്ക് ആ വാക്യം ഇഷ്ടമാണോ? ആണോ? ആ വാക്യം ഇഷ്ടമാണോ? യേശു കണ്ണുനീർ വാർത്തു എന്നത്തെ മലയാള വിവർത്തകൻ എഴുതിയിരിക്കുന്നത്, യേശു ആ സമയം ഹൃദയം നൊന്ത് കലങ്ങി കരഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൽ ഒരു സന്ദർഭം കണ്ടപ്പോൾ കർത്താവിൻ്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകാനിടയായി. സ്തോത്രം. ഈ ബൈബിൾ എൻ്റെ കരങ്ങളിൽ എടുക്കുമ്പോൾ എനിക്കേറ്റവും ബലം തരുന്നൊരു വാക്യമാണ് ആ വാക്യം. എൻ്റെ അവസ്ഥകൾ അറിയുമ്പോൾ എൻ്റെ കർത്താവ് എത്രമാത്രം എന്നെ ആഴമായി അറിയുന്നു എന്ന് എന്നെ അറിയാൻ കഴിവുള്ളൊരു ദൈവമാണ് എൻ്റെ യേശു എന്ന് എന്നെ പഠിപ്പിക്കുന്നൊരു വാക്കാണ് ആ വാക്ക്. സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ ഒരു സ്വഭാവമാണത്. ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ മനസ്സ്. സ്തോത്രം. നമുക്കാർക്കും അല്ലെങ്കിൽ നമ്മിൽ പലർക്കും കിട്ടാത്തതും യേശുവിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതുമായ ഒരു നല്ല മനസ്സ്. എന്താണ് ആ മനസ്സ്? സ്തോത്രം. താൻ ആ കുടുംബത്തെ, മാർത്ത, മറിയം, ലാസർ, 3 വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന ആ കുടുംബത്തെ യേശു സ്നേഹിച്ചു എന്നാണ്. സ്തോത്രം. യേശു സ്നേഹിച്ചു. ആ അധ്യായത്തിൽ പറഞ്ഞത് യേശു സ്നേഹിച്ച. എനിക്ക് മുമ്പ് ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഓൺലൈനിൽ കണ്ടിട്ടൊന്നുമല്ല പറയുന്നത്, റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിച്ചേക്കണം. യേശു സ്നേഹിച്ച ഒരു കുടുംബം. അപ്പൊ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട്. സ്തോത്രം. യേശുവിൻ്റെ ഭാവം, ക്രിസ്തുവേശുവിൻ്റെ ഭാവം എന്ന് പറയുന്നതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഏതാന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്ന ഒരു യേശു. സ്തോത്രം, സ്തോത്രം. സ്നേഹിക്കുവാനായിട്ടുള്ള ആദ്യ അനുഭവം പഠിപ്പിക്കുന്നത്, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, യേശു ക്രിസ്തുവിൻ്റെ അനുഭവം തന്നെയാണ്. സ്തോത്രം. ആ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധന്യനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. പൗലോസ് ലീഹ പറയുന്നത്, ആ സ്നേഹം എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, മറക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു. അല്ലേ? 14 കൂട്ടം കാര്യങ്ങൾ സവിസ്തരം ആ സ്നേഹത്തിൻ്റെ നിർവചനം പറയുക. എന്നെ കേൾക്കുന്ന ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുന്നത് സ്നേഹിക്കാൻ അറിയാവുന്ന മനസ്സാണ്. വെറുക്കാൻ പഠിച്ചിട്ടുള്ള യേശുവിനെ അല്ല ഇന്ന് നാം പ്രസംഗിക്കുന്നതും പഠിക്കുന്നതും. സ്നേഹിക്കുന്ന മനസ്സുള്ള ഒരു യേശുവിനെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, തൻ്റെ മുതുകത്ത് ചാട്ടവാറ് കൊണ്ട് അടിക്കുമ്പോഴും വെറുപ്പോടെ ഒരു വാക്കുപോലും പറയാതെ അവർക്ക് വേണ്ടി സ്നേഹത്തോടെ നോക്കുന്ന ഒരു യേശു, തൻ്റെ കൈകൾ ആണികളാൽ
ക്രൂശിൽ അടിച്ചു തറയ്ക്കുമ്പോഴും ആ ആണികൾ കൈവെള്ളയിൽ വെച്ചിട്ട് മരത്തോട് ചേർത്തടിക്കാൻ ചുറ്റിക വായുവിൽ ഉയർത്തി വീശുന്ന ആ പടയാളിയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കുന്ന ഒരു യേശുവിനെ, സ്തോത്രം, ആ യേശുവിന്റെ മനസ്സ് ആകാശത്തിനും ഭൂമിക്കും മധ്യ ഉയർത്തി നിർത്തുമ്പോ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കീറി മുറിയപ്പെട്ട മാംസത്തിന്റെ ഉണങ്ങിയ അനുഭവങ്ങളിൽ ആ പേശികൾ വലിഞ്ഞു മുറുകുന്ന വേദനയുടെ നടുവിൽ തന്നെ നിന്ദിക്കുന്നവന്റെ മുഖത്ത് നോക്കി പരിഹസിക്കാതെ ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ ആ യേശുവിന്റെ ഭാവം, ആ യേശുവിന്റെ ഭാവം, ആ യേശുവിന്റെ മനസ്സ്, ദാഹിക്കുന്ന ആ അനുഭവത്തിൽ കയ്പ് കാടി കുടിക്കുവാൻ കൊടുക്കുമ്പോ അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന കയ്പ് കാടി തുപ്പിയിട്ട്, അല്ലെങ്കിൽ ആ കയ്പ് കാടിയുടെ രുചി താൻ അനുഭവിച്ചിട്ട് അത് വേണ്ട എന്ന് വെക്കുമ്പോഴും അത്ര വേദനയിലേക്ക് തന്നെ തള്ളിവിട്ടവരോട് പഴിക്കാതെ അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ എന്റെ കർത്താവ് അതെല്ലാം സഹിക്കുവാൻ ഉണ്ടായ ഒരു മനസ്സ്, ആ ഭാവം തന്നെ എന്നിലും നിങ്ങളിലും ഉണ്ടായി വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുണ്ടായി വരണം, അതുണ്ടായി വരണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുക. നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? നിങ്ങൾ സ്വയം പറഞ്ഞാൽ മതി, ആരെയായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? സ്തോത്രം. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ കർത്താവിനെയാണ്. കാരണം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ അറിയുന്നതിന് മുമ്പ് എന്നെ അറിഞ്ഞവനാണ് എൻ്റെ യേശു. കേട്ടോ, നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ മാതാക്കളുടെ ഉദരങ്ങളിൽ ഉരുവാകുന്നതിന് മുമ്പ്, കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചേ, സ്തോത്രം, അറിഞ്ഞവനാണ് യേശു. അത് കഴിഞ്ഞാണ് അമ്മ അറിഞ്ഞത്, അത് കഴിഞ്ഞാണ് അപ്പൻ അറിഞ്ഞത്, അത് കഴിഞ്ഞാണ് ലോകം അറിഞ്ഞത്. എന്നാൽ ആരും അറിയുന്നതിന് മുമ്പേ എന്നെയും നിന്നെയും അറിഞ്ഞൊരു കർത്താവുണ്ട്. ആ കർത്താവ് നിന്നെ സ്നേഹിക്കുന്ന കർത്താവാ. ആ കർത്താവിനെ സ്നേഹിക്കുവാൻ ഇന്ന് പകൽ ഹല്ലേലൂയ സന്തോഷത്തോടൊരു മനസ്സുണ്ടാകട്ടെ. അങ്ങനെ സ്നേഹിക്കാൻ മനസ്സ് വെച്ചാൽ ആ യേശുവിന്റെ ഭാവത്താൽ അവൻ ഞാനും നിങ്ങൾ നിറയപ്പെടുമെന്നുള്ളതിന് യാതൊരു തടസ്സമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവസാനിപ്പിക്കാം. യേശുവിൻ്റെ ഭാവം നമ്മളിൽ വരണമെങ്കിൽ, അല്ലെങ്കിൽ ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാണെന്നറിയാം? നമ്മൾ ഈ കർത്താവിനെ അറിയണം. ആമോസ് പ്രവാചകന്റെ പുസ്തകം പറയുന്നത് എന്താണെന്നറിയാമോ കുഞ്ഞുങ്ങളെ? 2 പേർ ചേർന്നല്ലാതെ നടക്കത്തില്ല, ഒരുമിച്ച് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ യേശുവിൻ്റെ മനസ്സ് നമ്മൾ അറിയണമെങ്കിൽ യേശുവിനോട് ചേർന്ന് ജീവിക്കണം. കേട്ടോ, യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കണം, യേശു അപ്പച്ചൻ്റെ വാക്കുകൾ പഠിക്കണം, ദൈവവചനം ധ്യാനിക്കണം. സ്തോത്രം. ആ കാര്യങ്ങളിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കും. നമ്മുടെ ഭവനത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി നിങ്ങൾ വളരും. നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങൾ മാതൃകയുള്ള കുഞ്ഞുങ്ങളായിരിക്കും. നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ സമൂഹം ആഗ്രഹിക്കുന്ന തലമുറകളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങളുടെ വളർച്ചയുടെ ഓരോ പടവുകളിലും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ യേശുവിനോട് ചേർന്ന് നടന്നാൽ ആ കർത്താവിന്റെ കരം നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കും. താഴ്ത്തുന്ന കരത്തെയല്ല ഇന്ന് പകൽ നമ്മൾ പിടിച്ചിരിക്കുന്നത്, നമ്മെ ഉയർത്തുവാൻ കഴിവുള്ള കരത്തെയാ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ കരമല്ല. കാരണമെന്ത്? മനുഷ്യൻ മാറിപ്പോകും, എന്നാൽ മാറിപ്പോകാത്ത കരത്തിലാണ് ഞാനും നീയും വഹിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങള് 94-ൽ
വലിയതുറയിൽ പ്രവർത്തനത്തിന് വരുമ്പം ജോസഫ് പാസ്റ്റർ തിരുവനന്തപുരത്തിൻ്റെ സെൻട്രൽ പാസ്റ്റർ. അന്ന് ഞാനും വൈമോനിയും കൂടെ വരുമ്പോൾ ഞങ്ങൾ ആദ്യത്തെ സഭായോഗത്തിൽ ഞങ്ങൾക്ക് ടൈം ഫിക്സ് ചെയ്തിരുന്നത് മോനിക്ക് 2 മിനിറ്റും എനിക്ക് 3 മിനിറ്റും. സഭായോഗത്തിന് എനിക്ക് 3 മിനിറ്റും വൈമോനി പാസ്റ്റർക്ക് 2 മിനിറ്റും. കാരണം ഞങ്ങൾക്ക് വല്ലതും പറയാൻ അറിയാമോ എന്ന അദ്ദേഹത്തിന് ഉറപ്പില്ല. അതുകൊണ്ടാണ്. ഞാൻ ഇന്നും അത് മറന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ 3 മിനിറ്റിനകത്ത് ഞാൻ ഇരുന്നു. പിറ്റേ സഭായോഗത്തിന് 15 മിനിറ്റ് പ്രസംഗിക്കാൻ തന്നു. അന്ന് തുടങ്ങിയതാ. സ്തോത്രം. അതെപ്പോഴും ഓർക്കും. നിങ്ങളെ നടത്തിയവരെ ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം, അവരെ ബഹുമാനിക്കണം കേട്ടോ. സ്തോത്രം. ഞാനിത് പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാ. പാസ്റ്റർമാരെ ബഹുമാനിക്കാൻ, ദൈവവചനം പഠിപ്പിക്കുന്നവരെ ബഹുമാനിക്കാൻ, നിങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപകരെ ബഹുമാനിക്കാൻ, നിങ്ങളുടെ സഭയിലെ തലമുതിർന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിച്ചാൽ ആ പഠനം നിങ്ങൾക്കൊരനുഗ്രഹമാണ്. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോ യേശുവിന്റെ ഒന്നാമത്തെ മനസ്സെന്ന് പറയുന്നത് സ്നേഹിക്കാൻ അറിയാവുന്ന മനസ്സ്. അതുപോലെ തന്നെ എനിക്കെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഒരു അനുഭവം, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരനുഭവമാണ്, ഒരുവന്റെ കഷ്ടത കണ്ടാൽ കടന്നു പോകാതെ അവന്റെ അടുക്കൽ നിന്ന് അവനെ കരുതുവാനുള്ളൊരു മനസ്സ്, നിന്ദിക്കാതെ ചേർത്ത് നിർത്തുന്ന മനസ്സ്. ആ ഭാവം തന്നെ ക്രിസ്തുവിൽ വളരുന്നവരിൽ ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ യേശു സ്നേഹിച്ച ആ ഭവനത്തിൽ വലിയൊരു ദുഃഖമുണ്ടായി. ലാസർ മരിച്ചു. കർത്താവ് ചില ദിവസങ്ങൾ കഴിഞ്ഞ് ആ ഭവനത്തിൽ വന്നു. ആ സന്ദർഭമെല്ലാം നമുക്കറിയാം. കല്ലറയുടെ അടുക്കൽ ചെന്നു. സ്തോത്രം. അവിടെ ചെന്നപ്പോ ആ വാക്യത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, യഹൂദന്മാരും കൂടെയുള്ളവരും ഹൃദയം നൊന്ത് കലങ്ങി കരയുന്നത് കണ്ടിട്ട് എന്നാണ് കർത്താവിന്റെ വാക്ക് അവിടെ പറയുന്നത്. അല്ലേ? ഒന്ന് വായിച്ചേ. അതിന് മുകളിലുള്ള ഒരു വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട്. അപ്പൊ അവരുടെ കരച്ചിൽ കണ്ടപ്പോ ഒരു ഷോയ്ക്കല്ല യേശു കരഞ്ഞത്. നമ്മളൊക്കെ ഷോയ്ക്ക് കരയാൻ കഴിയുന്നവരാ. പക്ഷെ യേശുവിന്റെ ഭാവം, അവരുടെ കരച്ചിൽ കണ്ടപ്പോ എന്റെ കർത്താവിന്റെ ഉള്ളത്തിനകത്ത് നിന്ന് അവരുടെ സ്നേഹം വെളിപ്പെട്ടെ. അതുപോലെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരൊറ്റ മനസ്സേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനസ്സാ. ആ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. മറ്റൊന്നും ചിന്തിക്കണ്ട. കർത്താവേ, മലയെ നീക്കാനുള്ള ശക്തി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണ്ട. കുരുടന് കാഴ്ച കൊടുക്കാനുള്ള കഴിവ് എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണ്ട. മരിച്ചവനെ ഉയർപ്പിക്കാനുള്ള ശക്തി തരണമെന്നും പ്രാർത്ഥിക്കണ്ട. കർത്താവേ, ഒരുവന്റെ ദുഃഖം കാണുമ്പോ, ഒരുവന്റെ അവസ്ഥ കാണുമ്പോ അവനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ ഒരു ഭാവം എനിക്ക് തരണമേ. ആ മനസ്സെനിക്ക് തരണമേ. ഹല്ലേലൂയ. ആ ഭാവത്തിൽ എൻ്റെ അപ്പനെ സ്നേഹിക്കാൻ, ആ ഭാവത്തിൽ എൻ്റെ അമ്മയെ സ്നേഹിക്കാൻ, ആ ഭാവത്തിൽ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ, ആ മനസ്സിൽ എൻ്റെ സഭയെ സ്നേഹിക്കാൻ, ആ മനസ്സിൽ എൻ്റെ ദൈവദാസന്മാരെ സ്നേഹിക്കാൻ, ആ മനസ്സിൽ എൻ്റെ കൂട്ടുകാരെ സ്നേഹിക്കാൻ, ആ മനസ്സിൽ എൻ്റെ അധ്യാപകരെ സ്നേഹിക്കാൻ, വാത്സല്യ ദൈവമേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ആ നിലകളിൽ നീ ആഗ്രഹിച്ചു
പ്രാർത്ഥിച്ചാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നീ പരാജയപ്പെടുകയല്ല. നിന്നെ മാന്യതയോടെ അവൻ ഉയർത്തി മാനിപ്പാൻ ഈ ദൈവ ശക്തനായ ദൈവമാ. ഉള്ളം കൊണ്ട് സ്നേഹിപ്പാൻ. മക്കളെ, ഞാൻ ഈ കുഞ്ഞുങ്ങളോടാ പറയുന്ന, മക്കളെ, അമ്മയപ്പന്മാരെ ഉള്ളം കൊണ്ട് സ്നേഹിക്കണം. നമ്മൾ പറയുന്നതെല്ലാം അവർ ചെയ്തു തന്നില്ലെന്ന് വരും. അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം നമ്മളെ നടത്തും. പക്ഷെ നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് അവർ വെറുത്തൊരു വാക്കുപോലും നിങ്ങളുടെ നാവിൽ വരരുത്. നിങ്ങൾ അന്യഭാഷ പറയാൻ താമസിച്ചു പോയാലും പ്രശ്നമില്ല എന്നും പറഞ്ഞ് ഞാൻ ദുരുപദേശം പറഞ്ഞെന്നൊന്നും പറയരുത്. പ്രൈസലോ. ജോൺ തോമസ് സാറ്, നിത്യതയിൽ വിശ്രമിക്കുന്ന ജോൺ തോമസ് സാർ എൻ്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാന്യ പൈതൽ ജോയൽ സാറ് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നു. ആ പിതാവിനോടുള്ള സ്നേഹം, ആ പിതാവിനോടുള്ള ദൈവിക കരുതലാ ഇന്ന് ഈ പദവിയിൽ, അല്ലേ? സ്തോത്രം. ദൈവം എത്രത്തോളം ഉയർത്തി, ഇനിയും ഉയർത്തും. തമ്പുരാൻ്റെ നാമത്തിന് വേണ്ടി നിന്നെ ആരെയും ദൈവം തള്ളിക്കളയുകയില്ല. ഉയർത്താൻ ദൈവം ശക്തനായ ദൈവമാ. കർത്താവിന് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കൂടെ പറയുന്നല്ലോ അവസാനിപ്പിക്കാന്ന്, പിന്നെ അവസാനിപ്പിക്കുന്നില്ലല്ലോ എന്നായി. സ്തോത്രം. ഇതോടുകൂടി അവസാനിപ്പിക്കുക. മാതാപിതാക്കളെ, നമ്മുടെ വാശിയിൽ പോലും ഒരു വാക്ക് പറഞ്ഞ് അവരുടെ ഹൃദയത്തിന് വേദന വരരുത് കേട്ടോ. അത് നല്ലതല്ല. അന്യഭാഷ പറയുന്ന കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന, അഭിഷേകം പ്രാപിച്ച എത്ര പേരുണ്ട് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ? അയ്യോ, വളരെ കുറവാണല്ലോ. മക്കളെ ഒന്ന് നോക്കി, ഇങ്ങോട്ടൊന്നും നോക്കില്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്? ആഗ്രഹമുണ്ടോ? ഈ ക്യാമ്പ് കഴിയുമ്പോൾ ആ ആഗ്രഹത്തോടെ പോകണം. ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് കർത്താവ് വരാൻ താമസിച്ചാൽ ആഗ്രഹിക്കുന്നവരുടെ മേൽ പകരുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ പ്രാപിച്ച് അന്യഭാഷയിൽ എൻ്റെ ദൈവത്തെ എനിക്ക് ആരാധിക്കണം എന്ന മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, സ്തോത്രം, നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാനത് പറയാം. ഞാൻ ബൈബിൾ കോളേജിലേക്ക് വരുമ്പോൾ സ്നാനപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. രക്ഷിക്കപ്പെട്ടങ്ങ് വരികയായിരുന്നു. അപ്പോൾ അന്നത്തെ ഓവർസറായിരുന്ന സാംസാർ എന്നോട് പറഞ്ഞു, സ്നാനപ്പെടണം. നല്ല മീശയൊക്കെ ആയിരുന്നു. മീശ എടുക്കണം, പരിശുദ്ധാത്മാവിനെയും പ്രാപിക്കണം. ഞാനും റോയി പാസ്റ്ററും നമ്മുടെ പ്രേമജനും ഒക്കെ, ഞങ്ങൾ ഒരു പ്രേമജൻ പാസ്റ്ററൊക്കെ ഒരു ബാച്ചാ. ഇവരെല്ലാം കൂടിയിരുന്ന് അന്യഭാഷയിൽ ആരാധിക്കുമ്പം ഞാനും ഇന്ന് കുവൈറ്റിൽ പോയ ഏബ്രാസ്കറിയ പാസ്റ്ററും അതിനുള്ള കഴിവില്ലാതെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുക. പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് കേട്ടോ. ലൈവിലാ, ഇത് ലൈവല്ലേ? പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അവസാനം ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയും. അപ്പം ഞാൻ ഏബ്രാസ്കറിയ പാസ്റ്ററോട് പറയും, എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഉച്ചത്തിൽ അങ്ങ് അന്യഭാഷ ഹല്ലേലൂയ പറയണം. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവരെന്ത് ചെയ്യരുത്, കേൾക്കരുത്. അഥവാ നിന്നോട് പറയുക, ഞാൻ ഉച്ചത്തിൽ അങ്ങ് ഹല്ലേലൂയ പറയാം. അങ്ങനെ ആ ഒരു ദിവസം എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഏബ്രാസ്കറിയ ഇങ്ങനെ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥന നിർത്തിയിട്ടും ഈ പുള്ളിയുടെ ഹല്ലേലൂയ നിർത്തിയില്ല. അപ്പം മനസ്സിലായി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന്. അവിടെ തുടങ്ങിയതാ കേട്ടോ. വലിയ പ്രാസംഗികനൊന്നുമല്ല. വേദോത്സവത്തിൻ്റെ 151 അധ്യായം എടുക്കാൻ പറഞ്ഞു സങ്കീർത്തനത്തിൽ. അതിനുവേണ്ടി ബൈബിൾ മോമെടുക്കൻ അതിനുവേണ്ടി ബൈബിൾ തുറന്നവനാ ഞാൻ. സ്തോത്രം. ഉള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ അതേ ചാപ്പലിൽ വെച്ച് ജൂൺ മാസം 21 തീയതി ആത്മാവിൽ നിറച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ
ദൈവം കൃപ നൽകി ഇന്ന് വരെ ദൈവം നടത്തുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കാൻ മനസ്സ് വെച്ചാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അവൻ നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങളെ കാണും. അന്യഭാഷയിൽ ആരാധിക്കുമെന്ന് വാഗ്ദത്തമാകിയാൽ, വാഗ്ദത്തം ദൂരസ്ഥരായിരിക്കുന്നവർക്കും മക്കൾക്കും അവകാശമാകിയാൽ ആഗ്രഹിക്കൂ കുഞ്ഞുങ്ങളെ. അതിനാൽ നിറയ്ക്കാൻ ദൈവശക്തനായ ദൈവമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ വളരാൻ ദൈവം കൃപ നൽകട്ടെ. അപ്പോ പറഞ്ഞു വന്നത്, മാതാപിതാക്കളെ എന്ത് ചെയ്യരുത്? വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്. ദൈവദാസന്മാരെ നിന്ദിക്കുന്ന ഒരു വാക്കുപോലും നാവിൽ വരരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. സ്തോത്രം. ഹൃദയം കൊണ്ടുപോലും ദൈവത്തോട് അകന്നു പോകരുത്. കർത്താവിനോട് അടുത്തിരിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ഭാവം, ഹൃദയത്തിനടിത്തട്ടിൽ നിന്ന് വേദനയുള്ളവരോടുകൂടെ വേദനിക്കാൻ മനസ്സുള്ളൊരു മനസ്സ്. മൂന്നാമത്തെ ഒരു കാര്യമാണ്, തന്നെ ഒറ്റുകൊടുത്ത പത്രോസിനോട്, അല്ലെങ്കിൽ തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് അടുക്കൽ ചെന്ന് സ്നേഹം പങ്കിടാൻ മനസ്സ് കാണിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മനസ്സ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം വരുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? യേശു യോഹന്നാന്റെ അടുക്കൽ ചെന്നിട്ട്, നീ എന്നെ സ്നേഹിക്കുന്നു, ഞാനോ നിങ്ങളോ അത് ചോദിക്കുമോ? ആ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ, എന്നിലുണ്ടായിരിക്കട്ടെ. നമ്മളോടൊരു വേദനപ്പെടുത്തുന്ന ഒരു വാക്ക് പറഞ്ഞവനെ ഒഴിഞ്ഞു കളയാനല്ല, അവൻ്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന മനസ്സ്. സ്തോത്രം, സ്തോത്രം. നിങ്ങളെ നിന്ദിക്കുന്നവരായിരിക്കാം, നിങ്ങളെ കളിയാക്കുന്നവരോ പരിഹസിക്കുന്നവരോ നിങ്ങളെ വേദനിപ്പിക്കുന്നവരോ ആയിരിക്കാം. പക്ഷേ അവരുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ മനസ്സ്, ഈ ബൈബിൾ പഠിപ്പിക്കുന്ന മനസ്സതാണ്. ആ ഭാവം തന്നെ നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ.